ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്കപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചക്കയൊക്കെ ഇപ്പോൾ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ചക്കപ്പായസമോ ചക്ക അട ചക്ക വെച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ചക്കപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളത് കാരണമാണ് ഞാൻ വലിയ കാര്യമായിട്ട് ഇത് കാണിക്കാത്തത്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3/4 കിലോ ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരും ചവണിയൊക്കെ കളഞ്ഞിട്ടുള്ള അളവാണ് 3/4 കിലോ എന്ന് പറയണത്. വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ 2 വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കണം. അപ്പം ഞാൻ പാലെടുക്കണതൊന്നും കാണിക്കണില്ല. പാലെടുത്തതിന് ശേഷം ഞാനിത് കാണിക്കാം. ഇപ്പോൾ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചക്കയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോണ വരയ്ക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അടി കെട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ചക്ക വരട്ടിയെടുക്കുമ്പോൾ അത് അടി പിടിക്കാണ്ട് കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പായസത്തിനൊക്കെ വരിക്കച്ചക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ചക്ക നെയ്യിൽ വഴറ്റി എടുത്ത് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ബാക്കി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കരയിൽ നിന്ന് ഒരു 1/4 ഭാഗം വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കര പാനിയും ചക്കയും കൂടി നന്നായിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. അതുവരെ നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പം ഞാൻ ചക്ക വെച്ചിട്ട് പല റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. ചക്ക വരട്ടി വെച്ചതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരയിലുള്ള വെള്ളമൊക്കെ വറ്റി ശർക്കരയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മധുരം നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ 1/2 കിലോ ശർക്കരയാണ് നമ്മളിപ്പോൾ ഈ പായസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ തേങ്ങയെന്ന് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2-ാം പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഞാനിവിടെ ഒരു 2 കപ്പ് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഡ്രൈ ജിഞ്ചർ അതായത് ചുക്ക് അതും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിവിടെ വെക്കാം. ഇപ്പോൾ നമ്മുടെ 2-ാം പാൽ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 1-ാം പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പായസം ഈ ഒരു തിക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് മാറും. ആ ഒരു ഇത് കണക്കാക്കി വേണം നമ്മൾ പായസത്തിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്നാം പാൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചക്ക പ്രഥമൻ അഥവാ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക കിട്ടുന്നവരൊക്കെ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.